വളവുകളിൽ തിരിവുകളൊക്കെ ഉള്ള സമയത്ത് വളരെ പേടിയാണ് പലർക്കും വണ്ടി, പ്രത്യേകിച്ച് സിംഗിൾ റോഡുകൾ, അതായത് ചെറിയൊരു വണ്ടി സ്പേസ് കുറഞ്ഞ റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഏതൊരു വളവായാലും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് പറ്റുന്ന ഗിയർ, അതായത് നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കുന്ന ഗിയർ ഏതാണോ ആ ഗിയറിൽ എന്ത് ചെയ്യാവും, നിങ്ങൾ വാഹനം ഓടിക്കാവും. അപ്പൊ നമുക്ക് ഒരു റോഡിലും ഇന്നിടത്തോടെ ഒരു ഗിയർ എന്നില്ല. പ്രത്യേകിച്ച് ഇതുപോലെ നമ്മൾ ഇപ്പൊ ചിലപ്പോൾ തേർഡിലോ ഫോർത്തിലൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ വണ്ടി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ കാലുകൾ എന്ത് ചെയ്യത്തില്ല, ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് എടുക്കണമെന്നില്ല. അപ്പൊ അത് കാരണത്താൽ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു വണ്ടി ഓടിക്കാൻ പേടിയുണ്ടാകും. ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്ത് ക്ലച്ച് ബ്രേക്കിൽ നിന്ന് ഒരുപാട് എടുത്തുകൊണ്ട് എന്ത് ചെയ്ത് ഓടാതെ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾ ചെറിയ റോഡിലൂടെ വരുന്ന സമയത്ത് വണ്ടിക്ക് സൈഡ് കൊടുത്തുകൊണ്ട് പേടി കൂടാതെ വളവുകളിലായാലും ഏത് റോഡിലാണെങ്കിലും നമുക്ക് സ്പേസ് കുറഞ്ഞ റോഡിലൂടെ വണ്ടി ഡ്രൈവ് ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങൾക്കും ഇതുപോലെ വാഹനം ഓടിക്കണമെന്ന് അതിയായ ആഗ്രഹമാണ്, പക്ഷേ തനിയെ വാഹനം ഓടിക്കാൻ പേടിച്ച് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് പ്രാക്ടീസിന് പോയതല്ലേ, പ്രായം കൊണ്ടായിരിക്കും, നിർത്തിക്കുമെന്നും പറഞ്ഞു. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, 75-80 വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ടും എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു? നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമാണ്. എന്റെ ജില്ല ഏതാണ്? കാരണം പലരും ഇപ്പോഴും വിളിച്ച് ചോദിക്കാറുണ്ട്, എന്റെ ജില്ലയിൽ. നിങ്ങൾ കേരളത്തിന്റെ അങ്ങേയറ്റമായ കാസർഗോഡ് മുതൽ ഇങ്ങേയറ്റമായ തിരുവനന്തപുരം വരെയുള്ള കേരളത്തിന്റെ ഇടയിലുള്ള ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.